എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം. നാടൻ ചിക്കൻ കറി. നമ്മളാദ്യം ചിക്കൻ ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കറുവേപ്പില, പിന്നെ ഞാൻ എൻ്റേതായ ഇഷ്ടത്തിനൊരു ഉരുളക്കിഴങ്ങും കൂടി എടുത്ത് മുറിച്ചിട്ടിട്ടുണ്ട്. വഴറ്റി വേണം. ചിക്കനിങ്ങനെ വഴറ്റുന്നതിന് മുമ്പ് നമ്മൾ കഴുകി വാരിയിട്ട് ഇച്ചിരി മീറ്റ് മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾ പൊടി ഇതിവിടെ പൊടിച്ചതാണ്. പിന്നെ മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയിട്ട് നമ്മൾ ഉപ്പ്, അല്പം വെളിച്ചെണ്ണ എന്ന് ചേർത്ത് നമ്മൾ ഇളക്കി കുറച്ച് നേരം വച്ചിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ ഈ ചിക്കനെ അല്പം എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവനെ വഴറ്റുന്നു. ഇങ്ങനെ വഴറ്റിയിട്ട് ഇത് സവോള, കറുവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കിഴങ്ങ് ഉപ്പിട്ടിരിക്കുന്നത് വഴന്നു ഏകദേശം. നമുക്ക് ഇതിനകത്ത് വേണ്ടതായ പൊടികൾ ചേർക്കും. മസാലപ്പൊടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ. പിന്നെ ഞാനിപ്പോൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടിയൊക്കെ വഴറ്റി കഴിയുമ്പം അത് കൂടിയിട്ട് ഇങ്ങനെ ഇതൊരു 50 ഗ്രാം ഉണ്ട്. 50 ഗ്രാം ചിക്കൻ മസാലപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. പോരെ അവനെ നമ്മളൊന്ന് ഇറക്കുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾ പൊടി, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾ പൊടി ചെറുപ്പം ചേർത്തു. ഓക്കെ, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി എല്ലാം ചെറുകൂടണം ഇട്ടു. ഒരു 2 സ്പൂൺ 1.5 സ്പൂണായിട്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില ചെറുതി കൂടുമ്പോൾ ഇങ്ങനെ താഴെയൊക്കെ പോകും കേട്ടോ. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് ചുമ്മാ തട്ടിമുടുക്കി ഇടാത്ത പണി. വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടേക്കാം. എല്ലാം എൻ്റെ അടുത്തിലേക്ക് അത് ടേസ്റ്റ് കൂടും. ഇതിലേക്കാണ് നമ്മളിങ്ങനെ വറുത്ത് പിടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇനി ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് വഴറ്റിയത് സവോള, ഒരു വലിയ സവോള, ഒരു 10 ചുവന്ന ഉള്ളി, ഒരു തുണ്ട് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു 5-6 മൂട് തണ്ട് കറിവേപ്പില. കറിവേപ്പില ഇട്ടാലും നല്ലതാണ്. ഇനി നമ്മൾ വഴറ്റുന്നു. അതിനകത്ത് ഉപ്പ് കൂടി ചേർക്കാം. ഇങ്ങനെ നമ്മൾ ചൂടാക്കി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഈ ചിക്കനകത്തോട്ട് ഇങ്ങനെ ഇട്ടേ നമുക്ക് ഇച്ചിരി വെള്ളം പിടിച്ചിട്ട് നമ്മൾ ഇളക്കി എല്ലാത്തിലൊന്ന് പറ്റിച്ച് നമ്മൾ ആക്കുകയാണ്. തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് രുചിക്ക് ഒഴിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് പോകാതെ ഇന്നതൊന്നാണ്. പച്ചവെള്ളം ഒഴിച്ചാൽ പോലെ പിന്നെ വറുത്തരച്ച പോലെയുള്ള കറിയാണ്. ഇതിന് നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിക്ക് ടേസ്റ്റ് കൂടുതലാണെന്ന് പറയുന്നത്. കണ്ടിട്ട് കൂട്ടാൻ തോന്നുന്നുണ്ടോ? ചിക്കൻ കറി ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് പാകമായിട്ടുണ്ട്. ഇത് ചാറൊക്കെ ഇങ്ങനെ പൊടി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി പാകത്തിന് വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറിയുടെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയില്ല. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവസാനം നമ്മൾ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ ചിക്കൻ കറി നന്നായിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ഇനി കൂട്ടുന്നവരൊക്കെ പറയട്ടെ.
അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി നമ്മുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നു.